ഈ രാത്രി എങ്ങോട്ടാ യാത്ര എന്നറിയോ? പരീസക്കുട്ടിയുടെ വീട്ടിലേക്കാട്ടോ. ജിഷ്ണു വരുന്നില്ലേ? ഓന് ഡ്യൂട്ടി ഉണ്ട്. അജു എത്തിയിട്ടില്ല. അജു ഡ്യൂട്ടിക്ക് പോയി. അജു ലേറ്റ് ആയിട്ടേ വരുള്ളൂ. അതുകൊണ്ട് ഞങ്ങൾ ടാക്സിക്കാ പോണു അല്ലേ? എന്താ എങ്ങോട്ടാ പോണ് പറഞ്ഞു കൊടുക്ക്. എവിടേക്കാ പോണ് പറഞ്ഞു കൊടുക്ക്. ഇനി ചന്തുവിനോട് തല്ലുവിടണ പോലെ അവിടെ പോയി തല്ലുവിടുവോ? അങ്ങനെ കടിക്കണ്ട വെച്ചാ മതി കേട്ടോ. എടാ ഈ വരുന്നോ? ഞാൻ പോവാൻ കാത്തിക്കണ പോലെ ഉണ്ടോ? കൊണ്ടുവിടാൻ വന്ന് എങ്ങനെയൊന്ന് പോയാൽ കൊറേ നേരം ഒരുങ്ങുന്നത് അല്ലേ? ഞങ്ങൾ പെട്ടെന്ന് തീരുമാനിച്ചതാട്ടോ. പരീസക്കുട്ടി വെയിറ്റ് ചെയ്യാണ്, സങ്കടമാണെന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങള് എന്താ ഒച്ച ഉണ്ടാക്കല്ലേ. എന്തായാലും പരീസക്കുട്ടീൻ്റെ ഡ്രസ്സും ഹെനയുടെ സാരിയൊക്കെ ഉണ്ട് എൻ്റെ കയ്യിൽ. അപ്പോൾ എല്ലാം കൂടെ കൊണ്ടു കൊടുക്കാമെന്ന് കരുതി. സുഭാഷ് ചേട്ടൻ വന്നു കഴിഞ്ഞാൽ ഈ പോക്കൊന്നും നടക്കില്ല കേട്ടോ. സുഭാഷ് ചേട്ടന് ഇങ്ങനെ ദൂരയാത്രയൊന്നും ഇഷ്ടമല്ല. കുറച്ച് 1 മണിക്കൂർ യാത്ര ഉണ്ട്. അപ്പം ഞങ്ങൾ എങ്ങോട്ടാ എന്താ പോവാന്ന് പറയും. പരീസക്കുട്ടീനെ കാണാൻ പോവാ പറയും. ഇന്ന് അവിടെ നിൽക്കും കേട്ടോ. ഇപ്പം രാത്രി ഏകദേശം 8-9 മണി ആവാറായി. നാളെ ഇവിടെ നാഷണൽ ഡേ ആയതുകൊണ്ട് അവധിയാണ്. അപ്പം 3 ദിവസം അടുപ്പിച്ച് വ്യാഴം വെള്ളി ശനി അവധി ആയതുകൊണ്ട് ഇതിന് നല്ല തക്കാണ്. അപ്പം നാളെ ലീവ് ആയതുകൊണ്ട് നാളെ വരും ഞങ്ങൾ തിരിച്ച്. വണ്ടി വന്നിട്ടില്ല. നാളെ രാത്രിയാണോ രാവിലെയാണോ എന്ന് അവിടെ എത്തിയിട്ട്. ഈ നന്ദക്കുട്ടി പരീസക്കുട്ടി അടിയാണെങ്കിൽ വേഗം പോകും ഞാൻ തിരിച്ച്. എന്താ കൊണ്ടുവരാൻ പറയും. കുഞ്ഞു സൂര്യനല്ല, സ്റ്റാർ ആണത്. നന്ദ അവിടെ ചെന്നിട്ട് അടിയാണെങ്കിൽ അമ്മ അജുമാമനെ വിളിച്ചിട്ട് ഇപ്പൊ തന്നെ വീട്ടിൽ പോകാൻ പറയും കേട്ടോ. ഓക്കെ അല്ലേ? എന്താണ് ഞാൻ നന്ദനോട് പറയാണ്, വണ്ടി കയറിയപ്പോ തൊട്ട് തുടങ്ങും എന്താ എത്താത്ത വെച്ചിട്ട് കരയാൻ. കുറെ ടൈം എടുക്കും. 1 അവർ ദൂരം ഉണ്ട് എന്ന് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അല്ലെങ്കിൽ ഈ വരണ്ട ഈ ജിഷ്ണുമാരുടെ കൂടെ നിന്നോ. കുറച്ച് ടൈം എടുക്കും. ഒന്ന് വണ്ടി കയറി ഉറങ്ങിക്കോണ്ടു, അപ്പേക്ക് എത്തൂ കേട്ടോ. എത്ര മിനിറ്റ്? 1 അവറോളം ട്രാവൽ ഉണ്ട് കേട്ടോ. അക്കു പറഞ്ഞത് ഇത് 30 മിനിറ്റ്, ഇത് 30 മിനിറ്റ്. അങ്ങനെയാണോ? അല്ല പിന്നെ അക്കൊക്കെ അങ്ങോട്ട് തുള്ളിച്ചാടി ബാഗൊക്കെ എടുത്തിട്ട് ഒരുങ്ങിയിരിക്കുകയാണ്. ഞാൻ കുറേ പോവാൻ മടിച്ചു കേട്ടോ. അപ്പോൾ അവിടെ ജോലി ഉണ്ട്, ഭയങ്കര അലക്കാണ്ട് എന്നൊക്കെ പറഞ്ഞു നോക്കി. അപ്പോൾ അവള് പറഞ്ഞ് എല്ലാം ക്ലീൻ ചെയ്യുന്ന നല്ലൊരാളെ വിടാന്നൊക്കെ പറഞ്ഞു അവള്. അപ്പോൾ പിന്നെ ഞങ്ങൾ ഇനി ഒന്നും നോക്കിയില്ല. പണിയൊക്കെ ഒറ്റയ്ക്ക് തന്നെ തീർത്തിട്ട് വേഗം പോവാന്ന് കരുതി. അല്ലക്കോ ഇത്രയും കനം എടുക്കാം. ഈ എത്ര ദിവസത്തേക്കുള്ള ഡ്രസ്സാണ് എടുത്തിരിക്കുന്നത്? ഒൺലി 1 ഡേ ആണ് നമ്മൾ പോകുന്നത്. 1 ഡേ. ടാക്സി വന്നു, നമുക്ക് പോവാനുള്ള ടാക്സി ആണെന്ന് തോന്നുന്നു. ടാക്സി എത്തി വന്നിരിക്കുന്നു. എന്താ ടാക്സി? എടാ കൊണ്ടാക്കിത്താടാ. ഇല്ല കൊണ്ടാക്കിത്താ. ഇവണ്ടല്ലോ ഞങ്ങളൊന്ന് കൊണ്ടാക്കി തരാൻ പറഞ്ഞപ്പോഴേ ഞാൻ ലേറ്റ് ആവുമെന്ന് പറഞ്ഞിട്ടോ. അപ്പോൾ അൽക്കൂർ വരെ കൊണ്ടാക്കാൻ മടിച്ചിട്ട് ഓന് ജോലിയാണെന്ന് പറഞ്ഞു. ഓൻ വരൂലെന്ന് പറഞ്ഞു. ഞങ്ങൾ പോയി കരുതി മെല്ലെ വന്നതാട്ടോ. അങ്ങനെ അജുവിൻ്റെ ആവശ്യമില്ല, ഞങ്ങൾ ടാക്സി എത്തിയിരിക്കുകയാണ്. അജുമാവനോട് ഇനി ആരും മിണ്ടരുത് കേട്ടോ. നന്ദ മിണ്ടോ? അജുമാവനോട് മിണ്ടരുത് കേട്ടോ. മിണ്ടോ? അജുമാവനെ മൈൻഡ് ചെയ്യാതെ നമുക്ക് ടാക്സി കയറി പോകട്ടോ. ഞങ്ങളുടെ ടാക്സി വന്നു. കയറിക്കോ. എന്തൊരു സ്നേഹം. നന്ദക്കുട്ടി ഇങ്ങോട്ട് നോക്ക്. ചാരി ഇരുന്നു. ഈ തൊപ്പിയൊക്കെ മാറ്റിയിരിക്കും. വേണോ? ഇന്നിവിടെ നാളെ നാഷണൽ ഡേ ആണ് കേട്ടോ. അപ്പോൾ ഇവിടെ ലീവാണ്. നാഷണൽ ഡേൻ്റെ തലേ ദിവസമാണ് യാത്ര. അപ്പോൾ അതുകൊണ്ട് ചിലപ്പോൾ നല്ല ബ്ലോക്കൊക്കെ ഉണ്ടാവും, അറിയില്ല. എന്തായാലും 1 അവർ എടുക്കും അങ്ങോട്ട് എത്താൻ. ഞങ്ങളിവിടെ ഓൾഡ് എയർപോർട്ടിലാണ്. ഓൾഡ് എയർപോർട്ടിൽ നിന്ന് അങ്ങോട്ട് വണ്ടി കയറി 1 മണിക്കൂറിൻ്റെ ഉള്ളിലെത്തും. നന്ദക്കുട്ടി ഒന്ന് ഉറങ്ങുമ്പോഴേക്ക് എത്തും. അജു കൊണ്ടാക്കാൻ വരാഞ്ഞിട്ടല്ല കേട്ടോ, കാരണം ഇങ്ങോട്ട് നല്ല ദൂരമാണ്. അപ്പോൾ അവിടെ നിന്ന് തിരിച്ച് അവനൊറ്റയ്ക്ക് വണ്ടി ഓടിച്ച് വരുന്നത് എനിക്ക് അത്ര ധൈര്യമല്ല. അതുകൊണ്ടാണ് ഞാൻ ടാക്സിക്ക് പോയിക്കൊള്ളാമെന്ന് പറഞ്ഞത് കേട്ടോ. ഞങ്ങൾ ഡ്രൈവ് ചെയ്ത് പോവുമായിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. പക്ഷേ രാത്രിയൊക്കെ എനിക്ക് അത്രയും ദൂരമൊക്കെ പോകാനൊരു ടെൻഷൻ. അതുകൊണ്ടാണ് ടാക്സി എടുത്ത് പോകാമെന്ന് കരുതിയത്.
ആംബുലൻസ് ആണ് പോലീസ് ജീപ്പാ. അക്കു ഉറങ്ങിയോ? എന്റെ ഈശ്വര, അക്കു നല്ല ഉറക്കാണ് കേട്ടോ. അക്കു അക്കു അക്കുവേ, നമ്മൾ എത്താറായടാ. അക്കു നമ്മൾ എത്താറായി. നന്ദക്കുട്ടി ഉറങ്ങിയില്ല കേട്ടോ, 1 മണിക്കൂറായി. നന്ദക്കുട്ടി ഉറങ്ങിയില്ല അല്ലേ? നീ കുറച്ചു നേരം ഉറങ്ങിയോ? കുറച്ചു നേരം കണ്ണടച്ചിട്ടേ ഉള്ളൂ, ഉറങ്ങിയിട്ടില്ല. ഇവിടെ എല്ലാരും ഉറങ്ങി തോന്നുന്നു. അക്കു നമ്മൾ എങ്ങോട്ടാ എത്തിയത് നോക്കൂ. അക്കു നമ്മൾ എങ്ങോട്ടാ എത്തിയത്? ഇതാ എത്തി, ഇറങ്ങ്. ഈ അക്കു ഇങ്ങനെ തന്നെയാണല്ലോ. അക്കു നല്ല സുഖമായിട്ട് പുതപ്പ് വിട്ട് അങ്ങോട്ട് ഉറങ്ങിയില്ല. അക്കു അക്കു കണ്ടെങ്കി എണീക്ക്. കണ്ണ് തുറന്നിരിക്കണ്ടല്ലേ അക്കു? This is the location? Okay. അത് നീ പിടിക്കുവോ? നിലത്തിടരുത് കേട്ടോ. അക്കു നല്ലൊരു ഉറക്കമൊക്കെ ഉറങ്ങിയില്ലേ? ഇതും കൂടി പിടിക്കോ? താങ്ക് യു ബ്രദർ, താങ്ക് യു. Akku become big? This is house? Yes. എന്താ തല്ലുണ്ടാക്കിയാൽ ഞാൻ ഇവിടുന്ന് പോകും കേട്ടോ. പാച്ചു പാച്ചു, how are you? ഒന്ന് എടുക്കണ അതിന്. പാച്ചു ഒളിച്ചേ കണ്ടേ, ഒളിച്ചേ പാച്ചു, ഒളിച്ചേ കണ്ടേ. Come on. Okay, come on. Here? Inside the ഉള്ളിലാണെന്ന്. ആ ചെരുപ്പ് ഊരി തരാം. വാ. Once more, can I hear? ഒളിച്ചേ കണ്ടേ. ഉറക്കൊക്കെ ഉറങ്ങി. You'll come on taxi? Yes. Make it ready, then you can make it. Pachu, how are you? Oh my God. പാച്ചു ഒന്നും മറന്നില്ല. എന്നെ കണ്ടപാടെ ഒളിച്ചേ കണ്ടേ പറഞ്ഞുകൊണ്ട് നിൽക്കാണ്. Okay. പാച്ചു, What are you doing? Nanda is here. Come, Nanda. How are you? She folded. Go on. Jumping like a bunny. Oh my God. പാച്ചു, ഇത് ഏത് ഭാഷേ? ഇടയ്ക്ക് എന്നെ ഉറപ്പിക്കാൻ വേണ്ടി ഒളിച്ചേ കണ്ടേ പറയാണ്. Car, can you give me? Give the car. Thank you. Can I take home? I want to do like that. Oh, എന്നോട് ഇവിടെ ഉരുട്ടാനാ പറയുന്നത്, എടുത്തുകൊണ്ട് പോകണ്ട. ഒളിച്ചേ കണ്ടേ, ഒളിച്ചേ കണ്ടേ, ഒളിച്ചേ കണ്ടേ. Mama, it's Hannah's birthday cake, okay? Happy birthday, Pachu. Yummy cake. We can cut it. Wow. Yay. Happy birthday, please. Pachu, happy birthday. ഇതൊക്കെ മാറ്റി വെക്കണം. അതൊക്കെ മാറ്റി വെക്കണം അല്ലേ? I don't know she will like or not. It is Pari, what's your logo?
പരി ഇങ്ങനെ എപ്പോഴും പറഞ്ഞോണ്ട് കിടക്കാം ഷെയറിങ് ഈസ് കെയറിങ്, ഷെയറിങ് ഈസ് കെയറിങ്. പക്ഷെ പരിക്ക് ഷെയർ ചെയ്യാൻ ഇഷ്ടമല്ല. അവളങ്ങനെ ആട്ടി കൊടുക്കാം. ഓപ്പൺ. ഇരിക്കാം. ഓപ്പൺ. ഐ വിൽ ഓപ്പൺ. പോയി കിടന്നോ. പാച്ചുവിന്റെ ബെഡിൽ കിടക്കണം എന്നൊരു മോഹം ഉണ്ട് ഇവിടെ ഒരാൾക്ക്. ഇല്ല, ഒന്നും ഓള് പറയില്ല. ഈ പോയി കിടന്നോ. അതൊക്കെ പേടി, പാച്ചു ചീത്ത പറയോ. ചെല്ലു ഓടിപ്പോയി കിടന്നോ. ഓള് കരയാണെങ്കിൽ മാറിക്കൊടുക്ക. യുവർ ബെഡ്. നന്ദ ഈസ് സ്ലീപ്പിംഗ് ഇൻ യുവർ ബെഡ്. അയ്യോ, ഭയങ്കര നന്നായല്ലോ കുട്ടി. I don't want pillow. ഞങ്ങൾ ഒളിച്ചു കളിക്കാണേ. ഞങ്ങൾ ഒളിച്ചു കേട്ടോ. എന്താ കുട്ടി പരീസക്കുട്ടിയുടെ ടോയ്സ് എടുത്ത് കളിക്കണതിന്റെ ലക്ഷ്യം എന്താ വെച്ചാൽ, ഇതിൽ കളിക്കുമ്പോൾ പരീസക്കുട്ടി ഓടി ഇതിലേക്ക് വരും. അപ്പോൾ നന്ദക്കുട്ടിക്ക് ഊഞ്ഞാലും ഇരിക്കാന്നാണ് വിചാരിക്കുന്നത്. പക്ഷെ അത് നടക്കും തോന്നില്ല. ഓപ്പൺ ഓപ്പൺ ഓപ്പൺ. ഐ വിൽ ഓപ്പൺ. ഇത് തുറന്നു കൊടുക്കാനാ പറയണേ. ഷെയറിങ് ഈസ് കെയറിങ് എന്നാ പറയുന്നത് കേട്ടോ. പക്ഷെ അത് വെറുതെ പറഞ്ഞു നടക്കുന്നേ ഉള്ളൂ ആള്. അത് വേണ്ട എനിക്ക്. അയ്യേ അയ്യേ. നമുക്കിത് ഉറങ്ങാൻ നേരത്ത് നമുക്കിത് റൂമിൽ കൊണ്ടുവച്ചിട്ട് ഇതിൽ കുറെ നേരം ആടാം. ഓക്കെ, ഇവിടെയല്ലേ, നമ്മൾ അപ്പുറത്തെ റൂമിലാണ് ഉറങ്ങുന്നത്. ബെഡുമ്പോ ചാടാ ഇവള് പറയുന്ന കേട്ടോ. അതാണ് ഇത്ര വേണ്ടത്. Oh my god, it's a medicine. It's a monster medicine. Oh my god. ഒറ്റ കുത്തൂത്ത്. ഈ താത്തി വെക്ക്. താത്തി വെക്ക്. What happened? അതിന് പേരോ. നന്ദക്കുട്ടി അങ്ങനെ മെല്ലെ മെല്ലെ ഓരോ സ്ഥലങ്ങളൊക്കെ കയ്യേറിക്കൊണ്ടിരിക്കുകയാണ്. Go papa. Tell papa, go tell papa. Go away, അക്കുനോട്. അക്കു. Why? Nobody's brother. It's my baby. See, my baby. Akku is my baby. See? He is my baby. See? അനക്ക് കുഞ്ഞു ബെഡ് കിടക്കണോ? ആഹാ, അത് പാച്ചുവിന്റെ കുഞ്ഞു ബെഡല്ലേ. അനക്ക് വീട്ടിൽ പോണോ? അപ്പൊ വീട്ടിൽ പോണെങ്കി പറയണം കേട്ടോ. നീ പറഞ്ഞ അപ്പ നമ്മള് പോവും. പാച്ചുവിന്റെ വീട് ഇഷ്ടപ്പെട്ടോ? ആണോ? വീടല്ലേ പാച്ചു ഒളിച്ചേ കണ്ടേ. These all things are for. പോപ്പൊക്കെ മാറ്റി വെച്ചോള്. രണ്ടാൾ അവിടെ കിടന്നു കേട്ടോ. Nanda. എല്ലായിടത്തും ചാടാനാണ് ഇവർക്ക്. ദൈവമേ, ഇവള് കാണിച്ചു കൊടുത്താണിത്. വൈ യു ഷോ ദിസ്. എല്ലാം കൈയിട്ട് വാരി. Yes, mama only. Okay, yes, mama.
Eating sugar? Yes, Mama. Yes, mommy. Yes, Mommy. Telling lies? Yes, Papa. Yes, Johnny. Yes, Mommy. Eating sugar? No, Mommy. Telling lies? Yes, Mommy. Open your mouth. Ha ha ha. You. Mama. See you. Yeah. Mama. അജുമാമന്റെ ഒരു കുറവുണ്ട് ഇവിടെ. Thank you. Thank you very Okay. No, mine. ഓളതാണത്രേ. You know, തന്നില്ലേ? Devi, it was covered with leather. ഇവിടെ എല്ലാരും സ്ഥലം പിടിച്ചുകൊണ്ട് എന്റെ കുട്ടി ഇതാക്കുന്ന നിലത്തിറങ്ങി കിടക്കുന്നു. What's happening? What's happening? നന്ദ നേരെ അവളെ ബെഡ് ഇത് കണ്ടപാടെ അവിടെ കേറി കിടക്കാൻ തരന്തോ. What's happening? നന്ദ വേഗം അവിടെ കേറി കിടന്നു കേട്ടോ. Where are you sleeping? Where are you sleeping? Your knee what happened? Oh, sorry. I will. Okay, all right. അല്ലല്ല പോപ്പ് അവിടെ നിന്നോട്ടെ. പാച്ചുവിന് വേറെ പോപ്പ് ഉണ്ട്. പാച്ചു, where are you sleeping? Down? She's sleeping down. What are you doing here? Because Pachu's bed gone, no? That's why. വേണ്ട, നിലത്തിടണ്ട. കുഞ്ഞവിടെ കൊണ്ടുപോയിക്ക്. ഓള് മെല്ലെ അവള് ഓരോ കളി കളിക്കാണ്. She likes to sleep down. When guest came, she have no space. ഞങ്ങള് വന്നോണ്ട് ഓക്ക് സ്ഥലമില്ലാത്ത പോലെ കിടക്കണേ. എണിച്ചു പോടി അവിടുന്ന്. പിക്കബൂ, നിനക്ക് ഞാൻ ഒരു വട്ടം വിരിച്ചു തന്നല്ലേ? കിടക്കവിടെ. പാച്ചു വന്ന് കിടന്നു കരയണ്ട. പോയിട്ട് വാ. അങ്ങനെ ഞങ്ങളിവിടെ പരീസക്കുട്ടീനെയൊക്കെ അടിച്ച് പുറത്താക്കി ഈ റൂമിൽ സ്ഥലം പിടിച്ചിരിക്കുകയാണ്. നന്ദക്കുട്ടി ഭയങ്കര വാശി കാണിച്ചു കേട്ടോ. പക്ഷെ അവള് നല്ല കുട്ടി. നന്ദക്കുട്ടി അവളുടെ ബെഡ് കിടന്നപ്പോൾ അവള് നിലത്തിറങ്ങി കൊടുത്ത് മാതൃക കാണിച്ചു. കണ്ടോ? അങ്ങനെയാണ് നല്ല കുട്ടികൾ. ആ 2 പില്ലോ അവിടെ കിടന്നോട്ടെ. അത് അങ്ങോട്ട് തട്ടാതിരിക്കാനാ നിന്റെ തലേന്നും. ഓ എന്നാട്ടാ. ഓക്കെ, നമ്മൾ ഉറങ്ങില്ലേ? ഗുഡ് നൈറ്റ്. നാളെ കാണാല്ലേ പരീസക്കുട്ടീനെ? ഇനി പരീസക്കുട്ടിയുടെ എല്ലാ കളിക്കുന്ന സാധനങ്ങളും ഈ റൂമിൽ അടുക്കി വെച്ചിട്ടാണ് നന്ദ ഉറങ്ങിയിട്ടുള്ളത്. ഒക്കെ നന്ദയ്ക്ക് കളിക്കാം അല്ലേ? ഇഷ്ടപ്പെട്ടോ ഇവിടെ? അമ്മനോട് പറയും അമ്മേനോട് പറയും ഉറക്കത്തുനിന്ന് എണീറ്റ് പറയും ഊഞ്ഞാലാടണം എന്ന്. അതല്ല ഉദ്ദേശിച്ച്? എനിക്ക് മനസ്സിലായി. തൽക്കാലം ഇപ്പം ഉറങ്ങിക്കോട്ടോ. ഞാൻ വീട്ടിലും ഇങ്ങനെ ഒരു ബെഡ് സെപ്പറേറ്റ് ഉണ്ടാക്കാട്ടോ. പിന്നെ നീ അതിൽ കിടന്നോളൂല്ലോ. കൊറേ ബെഡ് വേണ്ട, ഒറ്റ ബെഡ് മതി. എന്നാ എല്ലാരോടും ഗുഡ് നൈറ്റ് പറ. എല്ലാരോടും ഗുഡ് നൈറ്റ് പറ. രാവിലേക്കാവൂട്ടോ ഞാൻ ഈ വീഡിയോ ഇടാ.